സതീഷ, നീ പൊന്നപ്പനല്ലടാ, തങ്കപ്പനാണ് എന്നാണ് ഇപ്പോൾ മുഴുവൻ UDF-കാരും ഒരേ സ്വരത്തിൽ പറയുന്നത്. ഇത്ര കിളിപോയ, സ്ഥലകാലബോധമില്ലാത്ത, സമനില തെറ്റിയ അൻവറിനെ UDF-ൽ എടുത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് ഇപ്പോൾ സതീശൻ ഹീറോ ആയി മാറുന്നത്. അൻവർ ഇപ്പോൾ ചെയ്തു കൂട്ടുന്നത് എന്താണ് എന്ന് അൻവറിനോ അൻവറിനെ പൊക്കിപ്പിടിച്ച് നടക്കുന്ന സുഖുവിനോ പോലും അറിയില്ല. പിന്നെയല്ലേ അണികൾക്ക്. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് ചോദിച്ചാൽ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന പാണന്മാരുടെ എണ്ണവും കുറഞ്ഞ് അൻവർ വീണ്ടും വീണ്ടും മണ്ടനായി മാറുന്ന കാഴ്ചയ്ക്കാണ് നിലമ്പൂരിൽ തുടങ്ങി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സാക്ഷ്യം വഹിക്കുന്നത്. പിണറായിസത്തോട് യുദ്ധം ചെയ്ത് അൻവർ ഞങ്ങൾക്ക് നടുവിലേക്ക് ഇറങ്ങിയപ്പോൾ സാധാരണക്കാരായ ജനം അൻവറിനൊപ്പം നിന്നു എന്നത് ശരിയാണ്. സ്വന്തം പിതാവ് പോലെയാണ് പിണറായി എന്ന് പറഞ്ഞ അൻവർ അതേ പിണറായിയുടെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും തെളിവുകൾ നിരത്തി വെട്ടിത്തുറന്ന് പറഞ്ഞപ്പോൾ നിലമ്പൂരങ്ങാടിയിൽ ആളുകൾ തടിച്ചുകൂടി. എന്നാൽ പോകെ പോകെ അൻവർ പിണറായി വിരുദ്ധതയ്ക്കപ്പുറത്ത് നിന്നുകൊണ്ട് UDF-ലേക്ക് കയറിപ്പറ്റാൻ നോക്കി. വെറുതെ കയറിപ്പറ്റുകയില്ല, പകരം ഞാൻ പറഞ്ഞ രൂപത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന ഡിമാൻഡും അൻവർ മുന്നോട്ട് വെച്ചു. അതിൽ ആദ്യത്തേത് സ്ഥാനാർത്ഥിയെ അൻവർ തീരുമാനിക്കുമെന്നതാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയെ 9 വർഷക്കാലം LDF-ന്റെ കൂടെ നിന്ന ഒരുത്തൻ വന്ന് തീരുമാനിക്കണം എന്ന് പറഞ്ഞാൽ അതും നടക്കാൻ പോകുന്ന കാര്യമല്ല. ജനാധിപത്യ അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് കുറച്ചൊക്കെ അൻവറിനെ കേട്ടു. എന്നാൽ പോകെ പോകെ എല്ലാ കാര്യങ്ങളും അൻവറിന്റെ വഴിക്കാകണമെന്നായി. അതിന് അൻവർ കണ്ടെത്തിയ മാർഗം നേതാക്കളെ ഭീഷണിപ്പെടുത്തലായിരുന്നു. എന്നാൽ ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചതോടെ അൻവറിന് മുന്നിൽ വിലപേശാൻ ആകെ കിട്ടിയ സമയവും ഈ 24 മണിക്കൂർ ആയി. ഉടനെ പാണക്കാടെ കൊടപ്പനക്കൽ തറവാട്ടിലേക്ക് എത്തി. സാദിഖ് അലി ശിഹാബ് തങ്ങൾ വഴി കുഞ്ഞാലിക്കുട്ടിയെ മുന്നിൽ നിർത്തി വീണ്ടും കോൺഗ്രസിനെ തന്റെ വരുതിയിലാക്കാൻ ശ്രമിച്ചു, പ്രത്യേകിച്ച് സതീശനെ. പക്ഷേ ഒരു ചുക്കും സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, 24-ാം മണിക്കൂറിൽ അൻവറിന്റെ എതിർപ്പിനെ മറികടന്ന് സതീശനും കൂട്ടരും ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതോടെ അൻവർ നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുകയാണ് ഉണ്ടായത്. പിന്നെ അങ്ങോട്ട് പിണറായിസത്തേക്കാൾ ശത്രു സതീശനായി. അൻവർ മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി സതീഷിനെതിരെ രൂക്ഷ വിമർശനം നടത്തി. KC വേണുഗോപാലിനെ വാഴ്ത്തിപ്പാടി. ഏറെക്കുറെ അത് വിജയം കാണുമെന്ന് അൻവറിന് തോന്നി. മുൻ KPCC പ്രസിഡന്റ് സുധാകരൻ സതീശനെ തള്ളിപ്പറഞ്ഞതും അൻവറിന് പ്രതീക്ഷ കിട്ടി. പക്ഷേ വന്ന വണ്ടിക്ക് തന്നെ KC രായ്ക്കിരാമാനം ഡൽഹിക്ക് വിട്ടു. സതീശൻ കയറ്റിവിട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ഇതിപ്പോ എല്ലാ വഴിയും അടഞ്ഞ അൻവർ സ്വയം സ്ഥാനാർത്ഥിയായി നിൽക്കുകയാണ്. അടുത്ത തവണ ആഭ്യന്തരമന്ത്രി കസേര തനിക്ക് വേണമെന്നാണ് പുതിയ ബ്ലണ്ടർ.